അസ്സലാമു അലൈക്കും. മാഹിറിനെ വിളിക്കാൻ വേണ്ടി ഫോണെടുത്ത് സുറുമി അവൻ ഓൺലൈനിലുണ്ടെന്ന് കണ്ടു. എന്തിനോ അവൾക്ക് അവനോട് ദേഷ്യം തോന്നി. സങ്കടം കൊണ്ട് കണ്ണുകൾ ചുവന്നു കലങ്ങി, മൂക്കിത്തുമ്പും ചൊടികളും വിറച്ചു. എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാൻ മാത്രം സമയമില്ല. കണ്ണിൽ നിന്നൊരു തുള്ളി കവിളിലേക്ക് അടർന്നു വീണു. കുഞ്ഞിന് വയ്യെന്ന് പറഞ്ഞതല്ലേ ഞാൻ? കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയെങ്കിലും എന്നെ ഒന്ന് വിളിച്ചൂടെ? എന്തിനാണ് മാഹിക്ക ഈ അവഗണന? എനിക്ക് മനസ്സിലാവുന്നില്ല. ഉമ്മ, ഉപ്പാക്ക് വിളിക്കുന്നില്ലേ? ഫോണിലേക്ക് നോക്കി മാഹിറിൻ്റെ ചിന്തയിൽ മുഴുകിയിരുന്നവളെ പുറത്തേക്ക് കൊണ്ടുവന്നത് കുഞ്ഞിൻ്റെ ചോദ്യമാണ്. ഇല്ല മോളെ, ഉപ്പച്ചി തിരക്കിലായിരിക്കും. തിരക്കുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. കുഞ്ഞിൻ്റെ എണ്ണ പറ്റിയ മുടിയിലൂടെ അലിവോടെ തഴുകിക്കൊണ്ട് പറയുമ്പോൾ സുറുമിയുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. ഹാലമോൾ ഉമ്മയുടെ നനഞ്ഞ മിഴിയിലേക്ക് ഒന്നും അറിയാതെ നോക്കി. ഉപ്പ ഞമ്മളെ മറന്നു പോയതാണോ ഉമ്മച്ചി? കുഞ്ഞിപ്പെണ്ണിൻ്റെ തളർച്ചയോടുള്ള സ്വരം സുറുമയുടെ ഉള്ളിലെച്ചു. അവളൊന്ന് വിങ്ങി വിതുമ്പിപ്പോയി. അല്ല, ഉമ്മയെ മറന്നാലും ഈ ഉമ്മയെ മറന്നാലും ഉപ്പാൻ്റെ മുത്തുമൂണ് മറക്കാൻ ഉപ്പാക്ക് കഴിയോ? നിൻ്റെ ഉപ്പാൻ്റെ ജീവനിരിക്കുന്നത് നിൻ്റെ മേലല്ലേ മുത്തേ? എൻ്റെ മോള് അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ഉപ്പച്ചിൻ്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ ഉപ്പ നമ്മളെ വിളിക്കൂട്ടോ. മോളോട് കുറേ സംസാരിക്കും. സുറുമയുടെ ശബ്ദത്തിൽ ഇടർച്ച കലരാതെ പറഞ്ഞിപ്പിക്കുകയായിരുന്നെങ്കിലും ഇടയ്ക്ക് അവളുടെ ആ ചുണ്ടുകൾ വിറച്ചു. ഉമ്മയുടെ വാക്കുകൾ കാതോർക്കുമ്പോൾ ഹാലമോളുടെ മുഖം അവശതയിലും ഇടർന്നു. ആ ചിരിയാണ് സുറുമയെ കൂടുതൽ തളർത്തുന്നത്. സുറുമി കുഞ്ഞിൻ്റെ നെറ്റിയിലൊരു വാത്സല്യം നിറച്ചൊരു ചുംബനം നൽകി. ക്ഷീണം കാരണം ഹാലമോളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞുപോയി. ഈ സമയത്തൊന്നും അവൾ ഉറങ്ങാത്തതാണ്. സുറുമി ആകുലതയോടെ കുഞ്ഞിൻ്റെ അടുത്തിരുന്നു. മാഹിർ തോട്ടം നനച്ചു കഴിഞ്ഞ് മുഖത്തെ വിയർപ്പപ്പിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. ചൂടുകാറ്റിൽ വിയർത്തൊട്ടിയ മുഖം തിളങ്ങി. സക്രിയ പണിയായുധങ്ങളും ഉപകരണങ്ങളും വൃത്തിയാക്കി ഒതുക്കി വെക്കുന്നുണ്ട്. ഇനി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമാണ്. രണ്ടുപേരും കൈ കഴുകി വരുമ്പോഴേക്കും ജോലിക്കാരി ഭക്ഷണം കൊണ്ട് അവിടെ റൂമിനടുത്തേക്ക് വരും. കൈയും കാലും കഴുകി വന്നവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. മാഹിർ റൂമിന് മുമ്പിൽ എത്തിയപ്പോഴേക്കും ജോലിക്കാരി അവർക്കുള്ള ഭക്ഷണവുമായി വരുന്നുണ്ടായിരുന്നു. അവൻ പൈപ്പിനടുത്തേക്ക് അലസമായ ചുവടുകളോടെ നടന്നു. അപ്പോഴേക്കും സക്രിയയും അങ്ങോട്ട് വന്നു. ശരീരത്തിലേക്ക് തണുത്ത വെള്ളം തൊട്ടപ്പോൾ ജോലി ചെയ്ത ക്ഷീണമൊക്കെ മറഞ്ഞ് തളർച്ചയ്ക്ക് അല്പം ശാന്തി ലഭിച്ചു. രണ്ടുപേരും റൂമിന് മുൻപിലെ ചെറിയ ബെഞ്ചിൽ പോലുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുന്നതും ഹലീമ അവർക്ക് കഴിക്കാനുള്ളത് പ്ലേറ്റിലേക്ക് വിളമ്പി. ചപ്പാത്തിയും ഇറച്ചിക്കറിയും ആയിരുന്നു. ഹലീമയും മലയാളിയാണ്. അവർ നാട്ടിൽ കുന്നത്തുകാവ് സ്വദേശിയാണെന്നും ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയാണ് അറബ് നാട്ടിലേക്ക് വന്നതെന്നും അവർക്ക് 2 പെൺകുട്ടികളാണെന്നൊക്കെ സക്രിയ പറഞ്ഞുള്ള അറിവാണ് മാഹിറിന്. എന്നും അവരെ കാണുമ്പോൾ അവർക്കൊരു പുഞ്ചിരി കൊടുക്കുമെങ്കിലും മാഹിർ ആ സ്ത്രീയോട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല. അവരിങ്ങോട്ടുമില്ല. നിൻ്റെ പേര് മാഹിർ എന്നല്ലേ? അലീമ തിരക്കുന്നത് കേട്ടപ്പോൾ ആദ്യം തെല്ല് അമ്പരപ്പ് തോന്നിയെങ്കിലും മാഹിർ ചിരിച്ചുകൊണ്ട് തല അനക്കി. ഇത് തനിക്ക് വേണ്ടി സെയ്ദിൻ്റെ മകളെ സ്പെഷ്യലായിട്ട് തന്നിവിട്ടതാണ്. ഹലീമ അടച്ചു വച്ചൊരു പാത്രത്തിൻ്റെ മൂടി തുറന്നു. അതിൽ നിറച്ചും ചെറിപ്പഴങ്ങളായിരുന്നു. മാഹിർ കണ്ണു മിഴിച്ചുകൊണ്ട് ആ സ്ത്രീയെ നോക്കി. തിന്നോളൂ, ആ മോള് അത്രയും ഇഷ്ടത്തോടെ തന്നിവിട്ടതാണ്. അവന് വാങ്ങാൻ മടിച്ചു നിൽക്കുന്നത് കണ്ടതും ഹലീമ ആ പാത്രം അവൻ്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. എനിക്ക് വേണ്ടി തന്നതാണെന്നോ? ആര്? എനിക്ക് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. മാഹിർ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടുത്തെ അറബിയുടെ മകളെ അറിയില്ലേ? സുൽത്താന ബീഗം. ദേ അങ്ങോട്ട് നോക്ക്, ആ മോളാ. ഹലീമ വിരൽ ചൂണ്ടിയടുത്തേക്ക് മാഹിറിൻ്റെ കണ്ണുകൾ പറന്നു. ദൂരെ ആ മണിമാളികയുടെ മട്ടുപ്പാവിൽ നിന്നും അവൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കൊതിച്ച് ഒരു സുന്ദരിയായ പെൺകുട്ടി വിടർന്ന മുഖവുമായി നിൽക്കുന്നത് മാഹിർ കണ്ടു. സുൽത്താന, നക്ഷത്ര കണ്ണുള്ള രാജകുമാരി. തൻ്റെ നെഞ്ചിലേക്ക് വന്നു വീണ പെണ്ണല്ലേ അത്? അന്ന് അവളെക്കുറിച്ച് അവളുടെ ഉപ്പ പറഞ്ഞ കഥകളൊക്കെ ഓർത്തപ്പോൾ മാഹിറിന് ആ പെണ്ണിനോട് സഹതാപം തോന്നി. മാഹിർ തന്നെ നോക്കുന്നുണ്ടെന്ന് കണ്ടതും സുൽത്താന ചിരിയോടെ കൈവീശി കാണിച്ചു. അലിവാർന്ന ചിരിയോടെ മാഹിറും തിരിച്ച് കൈവീശി. അവൻ തന്നെ നോക്കിയെന്ന് കണ്ടതും സുൽത്താന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പാവം കുട്ടി. സക്കറിയ ഒന്ന് മുരടനക്കിയതും മാഹിറിൻ്റെ കൈ പതിയെ താഴ്ന്നു. മാഹിർ അയാളെ ഒന്ന് നോക്കിയെങ്കിലും സക്കരിയ അവനെ ശ്രദ്ധിക്കാതെ കഴിക്കുകയായിരുന്നു. അവർ കഴിച്ചു തീർന്നതും ഹലീമ പാത്രവുമായി തിരികെ പോയി. മാഹിർ കൈ കഴുകി വന്ന് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി ഭിത്തിയോട് ചാരിയിരുന്നു. സക്രിയയും അവൻ്റെ അടുത്ത് വന്നിരുന്നു.
മാഹിർ അലീമ ഏൽപ്പിച്ചു പോയ പാത്രം തുറന്ന് അതിൽ നിന്നൊരു ചെറിപ്പഴം എടുത്തു കഴിച്ചു. പിന്നെ ആ പാത്രം സെക്രട്ടറിയുടെ മുൻപിലേക്ക് നീക്കിവെച്ചു. എനിക്ക് വേണ്ട, ഞാനധികം മധുരം കഴിക്കാറില്ല. അയാളത് നിരസിച്ചു. മാഹിർ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇതുവരെയുള്ളതുപോലെയല്ല. ആ ചുളിവ് വീണ മുഖത്തെ കടുപ്പം അവൻ തിരിച്ചറിഞ്ഞു. ആ പെൺകുട്ടിയുടെ അവസ്ഥയോർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പാവം, ഒത്തിരി സമ്പത്തുണ്ടായിട്ടെന്താ, ആഗ്രഹിച്ചതുപോലൊരു ജീവിതം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കാമുകനെ ഓർത്ത് നീറി നീറി കഴിയാനാണ് അതിൻ്റെ യോഗം. മാഹിർ സുൽത്താനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പഴം കൂടി എടുത്ത് വായിലേക്ക് വെച്ചു. ആരെക്കുറിച്ച് ഓർത്തും അധികം സങ്കടമൊന്നും പെടണ്ട. നമ്മളെ ഈ നാട്ടിലേക്ക് വന്നത് ജോലി എടുക്കാനല്ലേ? അത് കൃത്യമായിട്ട് ചെയ്യുക, അവർ തരുന്ന ശമ്പളം വാങ്ങിക്കുക. അല്ലാതെ ആരെയും എടുത്ത് തലയിൽ വെക്കാൻ നിൽക്കണ്ട. അത് പിന്നെ വലിയ വേദനയാവും. കനത്തൊരു ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് സക്രിയ എഴുന്നേറ്റു. മാഹിർ ആ വാക്കുകളിൽ കുരുങ്ങി കുറച്ചു നേരം കൂടി അതേ ഇരിപ്പിരുന്നു. ഇയാൾ എന്തൊരു മനുഷ്യനാണ്! ചില സമയത്ത് അയാളെ മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ്. നെയ്ല സുൽത്താനയുടെ റൂമിനെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. സുൽത്താനയുടെ ഉപ്പയുടെ പെങ്ങളാണ് നെയ്ല. ഭർത്താവ് മരിച്ച നെയ്ല സുൽത്താനയുടെ വീട്ടിലേക്ക് തന്നെയാണ് താമസിക്കുന്നത്. സ്വന്തം ഉമ്മയേക്കാളും സുൽത്താനയ്ക്ക് അടുപ്പം ആ സ്ത്രീയോടാണ്. സുൽത്താനയുടെയും അമീറിൻ്റെയും രഹസ്യപ്രണയം പോലും സുൽത്താന തൻ്റെ അമ്മായിയോട് തുറന്നു പറഞ്ഞിരുന്നു. നെയ്ല അകത്തേക്ക് വന്നതൊന്നും അറിയാതെ സുൽത്താന മാഹിറിനെ നോക്കി ജനലഴികളിൽ പിടിച്ച് ഒരേ നിൽപ്പ് നിൽക്കുകയാണ്. അവളുടെ കണ്ണുകളെ പിന്തുടർന്ന നെയ്ലയുടെ നോട്ടവും മാഹിറിലേക്കെത്തി. അവളുടെ നെറ്റിയിൽ ചുളിവ് വീണു. മോളെ, നീ ഇപ്പോഴും അയാളെ വിട്ടില്ലേ? നെയ്ല സ്നേഹത്തോട് സുൽത്താനയുടെ ചുമലിൽ കൈവച്ച് ചോദിച്ചു. സുൽത്താന ഒന്നും പറയാതെ അവളുടെ ബാബിയുടെ മുഖത്തേക്ക് നോക്കി. അയാൾ നിന്റെ അമീറാണെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ സുൽത്താന? നെയ്ല സുൽത്താനയുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ല ബാബി, എനിക്കറിയാം അയാളെൻ്റെ അമീറല്ല എന്ന്. ഡോക്ടർ പറഞ്ഞല്ലോ അതെൻ്റെ അമീറല്ലെന്ന്. അവളുടെ മുഖം കുനിഞ്ഞു ശബ്ദം നിർത്തു. എങ്കിലും അതെൻ്റെ അമീറാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ അമീറിൻ്റെ മുഖച്ഛായുള്ള ആ മനുഷ്യനോട് എനിക്ക് അമീറിനോടെന്ന പോലെ ഇഷ്ടം തോന്നുന്നു. പൊടുന്നുടനെ മുഖം ഉയർത്തിയ സുൽത്താന പറയുന്നത് കേട്ട് നെയ്ല ചെറുതായി നെട്ടി. അത് വേണ്ട മോളെ. അയാളെ നീ ഇപ്പോഴേ മനസ്സിൽ നിന്നും മായ്ച്ചു കളഞ്ഞേക്ക്. അയാൾ ഇവിടുത്തെ വെറും ഒരു ജോലിക്കാരൻ മാത്രമാണ്. നീയോ ഞങ്ങളുടെ റാണിയും. നെയ്ല അവളെ തിരുത്തി. സുൽത്താന അത് കേട്ട് എന്തോ തമാശ കേട്ടതുപോലെ ചിരിക്കുകയാണ് ചെയ്തത്. എന്തായാലും ബാപ്പ എൻ്റെ വിവാഹം നടത്തുമെന്ന് ഉറപ്പാണ്. ഒട്ടും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നത് എന്നെ ജീവനോടെ തീയിലേക്ക് എടുത്തെറിയും പോലെയാണ്. ഇയാളിൽ എവിടെയൊക്കെയോ ഞാൻ എൻ്റെ അമീറിനെ കാണുന്നുണ്ട്. ഇനി ഒരു വിവാഹം കഴിക്കുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കൂ. അവളുടെ വാക്കുകൾ പതിഞ്ഞെങ്കിലും ഉറച്ചതായിരുന്നു. മോളെ, നീ ഇതെന്തറിഞ്ഞിട്ടാണ് അയാളെക്കുറിച്ച് സംസാരിക്കുന്നത്? നെയ്ല നടുക്കത്തോടെ ചോദിച്ചു. അയാളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അയാളെ കാണുമ്പോൾ എനിക്കെൻ്റെ അമീറിനെ പോലെ തോന്നുന്നു. അല്ലല്ല, എൻ്റെ അമീർ തന്നെയാണ്. അയാളുടെ ഉടലിൻ്റെ ചൂടും മണവും പോലും എൻ്റെ അമീറിനെ ഓർമ്മിപ്പിക്കുന്നു. എനിക്കയാളെ വേണം ബാബി, സുൽത്താന വാശിയോടെ പറഞ്ഞു. ഈ തീരുമാനത്തിൽ നിന്നും അവളെ എങ്ങനെ പിന്തിരിപ്പിക്കേണ്ടതെന്നറിയാതെ നെയ്ല കുഴഞ്ഞു. കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയുകയാണോ എന്നവർ ഭയപ്പെട്ടു. ബാബി ഈ സുൽത്താനയുടെ കൂടെ നിൽക്കില്ലേ? സുൽത്താന പ്രതീക്ഷയോടെ നെയ്ലയുടെ കൈ പിടിച്ചു. നെയ്ല നിസ്സഹായതയോടെ അവളെ നോക്കി നിന്നു. അയാൾക്ക് നിന്നെ ഇഷ്ടമില്ലെങ്കിലോ? അപ്പോൾ എന്ത് ചെയ്യും സുൽത്താന? നെയ്ല ചോദിച്ചതും സുൽത്താനയുടെ കൈ അഴഞ്ഞു. അവൾ നെയ്ലയെ തുറിച്ചു നോക്കി. എന്നെ ആർക്കാണ് ഇഷ്ടമാവാതിരിക്കുക? എനിക്ക് ആവശ്യത്തിലധികം സൗന്ദര്യമില്ലേ? സമ്പത്തും വേണ്ടുവോളമുണ്ട്. വെറും ഒരു തോട്ടം പണിക്കാരനായ അയാൾ എന്നെപ്പോലൊരു പെണ്ണിനെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ ഇതൊക്കെ ധാരാളമല്ലേ ബാബി? അത് പറയുമ്പോൾ ആത്മവിശ്വാസത്തേക്കാൾ അഹങ്കാരം അവളുടെ വാക്കുകളിൽ മുഴച്ചു നിന്നിരുന്നു. എന്ത് വില കൊടുത്തും ഞാൻ അയാളെ നേടിയെടുക്കുമെന്നൊരു ഭാവം. നെയ്ലയുടെ ഉള്ളിലെ ഭയം കനത്തു. അയാൾക്ക് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും സുൽത്താന? അതറിയുമ്പോഴെങ്കിലും നിന്റെ ഈ തീരുമാനത്തിന് മാറ്റം വരില്ലേ? നെയ്ല ചോദിച്ചതും സുൽത്താനയുടെ മുഖം വീർത്തു. അവളുടെ വെള്ളാരം കണ്ണുകൾ ക്രൂരതയോടെ തിളങ്ങി. നെയ്ലയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ പിടച്ചിലുണ്ടായി. സ്വാർത്ഥയായൊരു പെൺകുട്ടി. ബാബി വെറുതെ ഓരോന്ന് ഊഹം വെച്ച് പറയണ്ട. എനിക്ക് വേണ്ടി ബാബി അയാളോട് സംസാരിക്കണം. അയാളെക്കുറിച്ച് എല്ലാം അറിയണം. എനിക്ക് അയാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറയണം. സുൽത്താന വെറിയോടെ നെയ്ലയുടെ കയ്യിൽ പിടിച്ചു.
ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം നേടിയെടുക്കാൻ വേണ്ടി വാശി പിടിക്കുന്നൊരു പെൺകുട്ടിയുടെ ഭാവമായിരുന്നു സുൽത്താനയുടെ മുഖത്തപ്പോൾ. നീലയിൽ നിന്നും മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ടതും സുൽത്താനയുടെ മുഖം പാടി. ഭാബിക്ക് എന്നോട് സ്നേഹമില്ലല്ലേ? ആർക്കും എന്നോട് സ്നേഹമില്ല. ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിൽ എന്നെ കെട്ടിവെച്ച് ഭാരം ഒഴിവാക്കാൻ നിൽക്കുമല്ലേ നിങ്ങളെല്ലാവരും? സുൽത്താന ഒന്ന് കണ്ണു തുടച്ചു. മോളെ, നീ അങ്ങനെയൊന്നും പറയല്ലേ. അവളുടെ വിഷമം കണ്ടതും നീലയുടെ മനസ്സിടിഞ്ഞു. നോക്കിക്കോ, ഭാബി എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സുൽത്താനയുടെ സ്വരം കരച്ചിൽ പോലെ നേർത്തു. അത് അവളുടെ അഭിനയമാണെന്ന് നീലയ്ക്ക് മനസ്സിലായതുമില്ല. ഞാൻ സംസാരിക്കാം മോളെ, അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയെന്നോണം നീല പറഞ്ഞു. അന്ന് വൈകുന്നേരമായപ്പോഴേക്കും സുറുമിക്കും പൊള്ളുന്ന പനി തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന പാരസെറ്റാമോൾ 2 എടുത്തു കഴിച്ച് സുറുമി കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ചുരുണ്ടുകൂടി കിടന്നു. സുറുമി, എടി സുറുമി! ആനുമ്മ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന് അവളെ വിളിച്ചു. സുറുമി അടഞ്ഞുപോയ കൺപോളകൾ പതിയെ തുറന്ന് അവരെ നോക്കി. ഇത് കൊള്ളാലോ. ഏത് സമയം തീറ്റി ഉറക്കും മാത്രം. ഇതൊക്കെ ഈ വീട്ടിലെ നടക്കൂ. നീ വേറെ വല്ല വീട്ടിലെയും പൊരുമ്പകളായിരുന്നെങ്കിലേ അവിടുത്തെ അമ്മായിമ്മ നിന്നെ മട്ടൽ വിട്ട് അടിച്ചേനെ. ആനുമ്മ ശകാരവർഷം തുടങ്ങിയതും സുറുമി പതിയെ തപ്പിപ്പിടിച്ച് എഴുന്നേറ്റിരുന്നു. ദേഹം മുഴുവനും എല്ലുപൊടിയും പോലെ വേദനിക്കുന്നുണ്ട്. വേഗം ഒന്ന് എഴുന്നേറ്റ് വാടി. ഉപ്പ പിന്നെ ഛർദ്ദിച്ചു. അവിടെ ഒന്ന് ക്ലീനാക്കിയിട്. സീജയും ഓളെ കെട്ടിയവനും ഉപ്പാനെ കാണാനൊന്ന് അങ്ങോട്ട് വരുന്നുണ്ടത്രേ. അപ്പോഴേക്കും അവിടേക്കൊന്ന് വൃത്തിയാക്കിയേക്ക്. സീജ ആനുമ്മയുടെ ചെറിയ മോളാണ്. സ്വഭാവം കൊണ്ട് ആനുമ്മയുടെ തനി പകർപ്പ് തന്നെയാണ് സീജയും. എനിക്ക് വയ്യമ്മ. കുഞ്ഞിൻ്റെ പനി എനിക്കും പകർന്നു എന്നാണ് തോന്നുന്നത്. ദേഹമൊട്ടാകെ വേദനയുണ്ട്. തലയാണെങ്കിൽ പൊന്തുന്നില്ല. സുറുമി കഠിനമായ തലവേദന അനുഭവപ്പെടുന്നത് പോലെ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയിപ്പോൾ കാരണം പറയാനൊരു കാരണമായല്ലോ. നുണച്ചി. മര്യാദയ്ക്ക് എഴുന്നേറ്റ് വന്ന് അവിടെ വൃത്തിയാക്കിടാൻ നോക്ക്. ആനുമ്മ ഒരു ചാട്ടം. ഉമ്മാക്ക് ഇത്താത്തമാരെ ആരെങ്കിലും ഒന്ന് വിളിച്ചൂടെ? സായിക്കെട്ട് സുറുമി ചോദിച്ചു പോയി. അപ്പോൾ അതാണ് കാര്യം. പണിയെടുക്കാൻ വയ്യ മടിച്ച്. അവരൊക്കെ വീട് പണി കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് മാറും. നീയാണ് ഈ വീട്ടിൽ നിൽക്കേണ്ട മരുമകളെ. ഈ വീട് വൃത്തിയാക്കേണ്ടത് നീയാണ്. ഇതൊന്നും ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കുടുംബത്തിലെ മരുമകളുടെ കടമ തന്നെയാണ്. ആനുമ്മ കവലപ്രസംഗം നിർത്തുന്നില്ലെന്ന് കണ്ടതും സുറുമി പതിയെ എഴുന്നേറ്റ് ഭിത്തിയിൽ പിടിച്ചു നടന്നു. ഉപ്പാൻ്റെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സീജയും ഭർത്താവും കയറി വന്നത്. ഒന്ന് വേഗം തുടക്കടി, വിരുന്നുകാർ വന്നത് നീ കണ്ടില്ലേ? ആനുമ്മ അവരുടെ മുറിയിൽ വെച്ച് സുറുമിയുടെ നേരെ ചീറി. ഒന്ന് അനങ്ങി ചെയ്യുന്ന വെച്ച് എൻ്റെ വള കൊഴിഞ്ഞൊന്നും പോവില്ലല്ലോ. സുറുമി സീജയുടെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് വല്ലായ്മയോടെ നിന്ന് നോക്കി. അയാൾ അവളെ നോക്കി സഹതാപത്തോടെ ഒരു ചിരി നൽകി. അവരുടെ ഇടയിൽ നിന്നും പോകാനുള്ള വ്യഗ്രതയിൽ സുറുമിയുടെ കാലൊന്ന് തെന്നി. ബക്കറ്റിലെ വെള്ളം മറിഞ്ഞ് ടൈലിലൂടെ ഒഴുകിപ്പരന്നു. സുറുമി എന്ത് ചെയ്യണമെന്നറിയാതെ പകപ്പോടെ നിന്നതും ആനുമ്മയുടെ കൈ അവളുടെ കവിളിൽ ആഞ്ഞു പതിച്ചു. വേദനയോടെ കവിൾ പൊതിഞ്ഞു പിടിച്ചവൾ നിറക്കണ്ണുകളുടെ അവരെ നോക്കി. ഡീ, ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ആയിരിക്കുമ്മ. ഞാൻ എൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നതേ ഓൾക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. പണ്ടേ സീജ എരിതീയിൽ എണ്ണ ഒഴിക്കാൻ മിടുക്കിയാണ്. ഇതെൻ്റെ വീടാ. എൻ്റെ മക്കൾ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരും. ഇതൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇറങ്ങിപ്പോവാം. ആരും കഷ്ടപ്പെട്ട് സഹിച്ചിവിടെ നിൽക്കണമെന്നില്ല. എൻ്റെ മോന് വേറെ പെണ്ണ് കിട്ടാനാണോ പ്രയാസം? ഓനെ ഗൾഫുകാരനാ. ആനുമ്മ സുറുമിയുടെ ചങ്കിൽ കൊള്ളാൻ പാകത്തിലുള്ള വാക്കുകൾ തൊടുത്തുവിട്ടു. വീണ്ടും അവിടെ തുടച്ച് വൃത്തിയാക്കുമ്പോൾ സുറുമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സീജയെ അവിടെ നിർത്തി അവളുടെ ഭർത്താവ് പോയി. സീജ ഇനി 2 ദിവസം ഇവിടെയുണ്ടാകും. രാത്രി ആയപ്പോഴേക്കും സുറുമിക്ക് പനി കൂടി. വാതിലടിച്ച് കുറ്റിയിട്ട് ബെഡിൽ വന്ന് കിടക്കുമ്പോൾ സുറുമിയുടെ ഉള്ളം വിങ്ങുന്നുണ്ടായിരുന്നു. അവൾ മൂടി പുതച്ച് കിടന്നു. എന്തിനോ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകി. ഉമ്മി എന്താ കരിയാനോ? ഹാലമ്മളുടെ ചോദ്യം കേട്ടതും മുഖം തുടിച്ചു. ഇല്ല മോളെ, ഉമ്മി കരയുമ്പോൾ എനിക്ക് പേടിയാവുന്നു ഉമ്മി. കുഞ്ഞ് വിഷമത്തോടെ സുറുമിയെ നോക്കി. ഇല്ല മോളെ, ഉമ്മി ഇനി കരയൂല. മോള് പേടിക്കണ്ടട്ടോ. ഒട്ടും ഉറപ്പുമില്ലാത്ത ഉറപ്പുകൾ കൊടുത്തുകൊണ്ടിരുന്നു സുറുമി കുഞ്ഞിന്. നമുക്ക് നാളെ ഉമ്മിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. ഉമ്മിക്ക് തീരെ വയ്യടാ. അതുകൊണ്ടാ. പൊള്ളുന്ന നെഞ്ചിലേക്ക് കുഞ്ഞിനെ അടക്കി പിടിച്ചവൾ കിടന്നു. അന്ന് മാഹിർ വിളിച്ചതേയില്ല. സുറുമിയും അവനെ ഓർത്തില്ല. നേരത്തെ ഉണരുന്ന സുറുമിയെ കാണാതെ ഹസീന മുറിയുടെ വാതിൽ തട്ടി വിളിച്ചു. ഒരു മറുപടിയുമില്ല. ഹാലമോളാണ് സ്റ്റൂൾ നീക്കിയിട്ട് അതിൽ കയറി വാതിൽ തുറന്നത്. മുത്തുമ്മി,
ഉമ്മിക്ക് വയ്യ, പനിയാണ്. ഹാലമോൾ ചുരുണ്ടുകൂടി കിടക്കുന്ന സുറുമിയെ ഹസീനക്ക് കാണിച്ചു കൊടുത്തു. ഹസീന അകത്തേക്ക് വന്ന് സുറുമിയുടെ നെറ്റിയിൽ തൊട്ടതും തീപ്പൊള്ളലേറ്റതുപോലെ കൈവലിച്ചു. വേഗം ആനുമ്മയോട് പോയി പറഞ്ഞു, തള്ളക്കും കുഞ്ഞിനും പനിക്കുന്നുണ്ടെങ്കിലേ ഉമ്മ ഉറപ്പിച്ചോ, അവർക്ക് കൊറോണ തന്നെയായിരിക്കും. എൻ്റെ നാത്തൂൻ്റെ മരുമോൾക്കും അവളെ കുട്ടിക്കും ഉണ്ടായത് ഇതുപോലെ തന്നെയായിരുന്നു. ഉമ്മ അങ്ങോട്ട് പോവണ്ട. ഓളെയും കുഞ്ഞിനെയും മുകളിലേതെങ്കിലും റൂമിലൊന്നിൽ പൂട്ടിയിട്ടേക്ക്. 2 ആഴ്ച അവിടെ കിടക്കട്ടെ. ഇവിടെ പ്രായമായ ഉപ്പയൊക്കെ ഉള്ളതല്ലേ. സിജിയുടെ അഭിപ്രായം ലബീബയും ശരിവെച്ചു. അവൾ പറഞ്ഞത് ശരിയായിരിക്കും ഉമ്മ. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. അവളും കുഞ്ഞും ആ ചെറുക്കൻ്റെ കൂടെ നാളെ നിങ്ങളെ തെണ്ടാൻ പോയേക്കുമല്ലായിരുന്നോ? സ്വയം വരുത്തി വെച്ചതല്ലേ, അനുഭവിക്കട്ടെ. ഇനി കുറച്ച് ദിവസം മുറിക്കകത്ത് കിടക്കട്ടെ രണ്ടും. ലബീബ ഒന്നുകൂടെ ഊതിപ്പരിപ്പിച്ചതും ആനിമയ്ക്കും ആ പറഞ്ഞതൊക്കെ ശരിയായിരിക്കുമെന്ന് തോന്നി. അവരുടെ ഉള്ളിലും വാശിയും ദേഷ്യവും നുരഞ്ഞു പൊന്തി. ഹസീന മാത്രം സുറുമിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുവെങ്കിലും തർക്കിക്കുന്ന കാര്യത്തിൽ PhD എടുത്ത സിജിയെയും ലബീബയെയും തോൽപ്പിക്കാൻ ഹസീനയ്ക്ക് കഴിഞ്ഞില്ല. അന്ന് തന്നെ കുഞ്ഞിനെയും സുറുമിയെയും മുകളിലെ റൂമിലേക്ക് മാറ്റി. സുറുമി കൂടുതൽ അവശയായി തീർന്നു. ആനിമ കാണാതെ ഹസീന അവർക്ക് ഭക്ഷണവും വെള്ളവുമൊക്കെ മുറക്കെ എത്തിച്ചു കൊടുത്തു. അന്ന് വൈകുന്നേരം ഹസീനയുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായി. അവളും ഭർത്താവും മക്കളും അങ്ങോട്ട് പോയതോടെ സുറുമിയുടെ കാര്യം കഷ്ടത്തിലായി. ആരും അവളുടെയും കുഞ്ഞിൻ്റെയും വിവരം അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നതുമില്ല. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുറുമിയും കുഞ്ഞും മുകളിലുണ്ടെന്ന കാര്യം അവർ മനഃപൂർവ്വം മറന്നതായി ഭാവിച്ചു. ഉമ്മ, ഓൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? ലബീബ സ്വകാര്യം പോലെ വന്ന് ചോദിച്ചു. ഒരു ദിവസം പട്ടിണി കിടന്നെന്ന് വെച്ച് ആരും ചത്തുപോകുന്നില്ല. എനിക്കൊന്നും വയ്യ ഓളടുത്തേക്ക് ചെല്ലാൻ. വയറുമുട്ടെ ബിരിയാണി കഴിച്ച് ഏമ്പക്കവും വിട്ടുകൊണ്ടാണ് ആനുമ്മ ഇത് പറഞ്ഞത്. ആ പറഞ്ഞത് ലബീബാക്കും ഇഷ്ടപ്പെട്ടു. അവളുടെ ആഗ്രഹം അതുതന്നെയല്ലേ, സുറുമിയും കുഞ്ഞും പട്ടിണി കിടക്കട്ടെ. അന്ന് പാതിരാത്രി സുറുമിയും കുഞ്ഞും അവശതയോടെ മയങ്ങുകയാണ്. സുറുമിക്ക് ഇപ്പോഴും പനിയുണ്ട്. ഉമ്മി, എനിക്ക് വെള്ളം വേണം, എനിക്ക് ദാഹിക്കുന്നു. ഹാലമോൾ സുറുമിയുടെ കവിളിൽ തട്ടി വിളിച്ചു. സുറുമി തളർച്ചയോടെ കണ്ണു തുറന്നു. അവൾ പയ്യെ ലയിറ്റിട്ടു. വാതിൽ പുറത്തേക്ക് പൂട്ടിയതാണ്. അവൾ കുറെ കൊട്ടി വിളിച്ചു നോക്കി. ഉറക്കത്തിൽപ്പെട്ടതുകൊണ്ട് ആരും അവളുടെ ഒച്ച കേട്ടവരോ മിണ്ടിയതുമില്ല. സുറുമി വീണ്ടും ഉറക്കെ വിളിച്ചു. കാമുകിയോട് ചാറ്റിക്കൊണ്ടിരിക്കുന്ന സെക്കീർ അവളുടെ ശബ്ദം കേട്ടു. അയാൾ കാമുകിയോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ചാറ്റ് മുഴുവനും ഡിലീറ്റ് ചെയ്ത് ഫോൺ മാറ്റിവെച്ചു. പെട്ടെന്നൊരു തോന്നലിൽ ലബീബയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി സുറുമി. ഇത്താ, കുറച്ച് വെള്ളം തരുമോ? കുഞ്ഞിവിടെ ദാഹിച്ച് കരയുകയാണ്. കോൾ കണക്റ്റായതും സുറുമി വിറയിലോടെ പറഞ്ഞു. സെക്കീർ ഒന്നും മിണ്ടാതെ കോൾ കട്ട് ചെയ്ത് കളഞ്ഞു. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാൻ മടി. ഫോൺ വെച്ചതിന് ശേഷവും അയാൾ കൗശലത്തോടെ മുരണ്ടു. അയാളുടെ ചുണ്ടുകളിലേക്ക് വഷളം ചിരിയെത്തി. ഇതുവരെ ചാറ്റിയതിൻ്റെ ലഹരി ഇപ്പോഴും അവൻ്റെ ചിരകളിൽ ബാക്കിയുണ്ട്. അടുത്ത ബോധം കെട്ടുറങ്ങുന്ന ലബീബയെ കണ്ടതും സെക്കീറിൻ്റെ മുഖത്തെ തെളിച്ചം കെട്ടു. കട്ടിൽ കണ്ടാൽ ചത്തുറങ്ങിക്കോളും ശവം. ഷെക്കീർ വെറുപ്പോടെ പിറുപിറുത്തു. ലബീബയെ ഉണർത്താതെ അയാൾ എഴുന്നേറ്റ് ഹാങ്കറിൽ നിന്ന് ഒരു ടീഷർട്ട് എടുത്ത് തലവഴി കമഴ്ത്തി. ഷെൽഫിന് മുകളിൽ വെച്ച സ്പ്രേ ദേഹത്തേക്കും വായിലേക്കും പ്രയോഗിച്ചു. പിന്നെ കതക് തുറന്ന് അടുക്കളയിലേക്ക് നടന്നു. സുറുമി കുഞ്ഞിനെയും നെഞ്ചോട് അടക്കി പിടിച്ച് വാതിലിനോട് ചാരി നിലത്തേക്ക് ഊർന്നിരുന്നു. കുഞ്ഞിൻ്റെ വരണ്ട ചുണ്ടുകൾ ദാഹത്തോടെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി കേഴുന്നത് കേൾക്കുമ്പോൾ ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് പോലെ വേദന തോന്നി അവൾക്ക്. ഉമ്മാൻ്റെ മോള് കരയണ്ട, മൂത്തമ്മ ഇപ്പോൾ വെള്ളം കൊണ്ടുവരുട്ടോ. കള്ളം പറഞ്ഞുകൊണ്ടവൾ കുഞ്ഞിനെ നെഞ്ചോട് അടക്കി പിടിച്ചു. പൊടുന്നതിനെ വാതിൽ ആര് തുറക്കുന്നതറിഞ്ഞും സുറുമി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എഴുന്നേൽക്കാനിറങ്ങിയതും അവൾ നിലത്തേക്ക് തന്നെ വീണുപോയി. സുറുമി! സെക്കീർ വശ്യതയോടെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അയാളുടെ ശബ്ദം പോലും അവളിൽ വിറയലുണ്ടാക്കി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നിനക്കും കുഞ്ഞിനും വെള്ളം കൊണ്ടുവന്നതല്ലേ. മോളെ, ഇതാ കുടിക്ക്. സെക്കീർ നീട്ടിയ ജഗ് സുറുമി വാങ്ങാൻ മടിച്ചുവെങ്കിലും ഹാലമോൾ അയാൾക്ക് നേരെ വാ പൊളിച്ചു കാണിച്ചു. സെക്കീർ അവരുടെ അടുത്തേക്ക് കുനിഞ്ഞു തന്നെ കുഞ്ഞിനെ വെള്ളം കുടിപ്പിച്ചു. നീ എന്തിനാ സുറുമി എന്നോട് വെറുപ്പ് കാണിക്കുന്നത്? ഇപ്പോൾ കണ്ടില്ലേ, നീ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത്. ഒരു സഹായത്തിന് ഞാനേ നിനക്കുണ്ടായുള്ളൂ. പനിയുണ്ടോ നിനക്ക്? ഇക്കെന്ന് നോക്കട്ടെ. അയാൾ സുറുമിയുടെ കവിളിൽ തൊഴാൻ കൈനീട്ടിയതും സുറുമി ഉള്ള ശക്തിയോടുത്ത് അവൻ്റെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റ് നിന്നു. പൊടുന്നുടനെ സെക്കീറിൻ്റെ മുഖത്തൊരു ക്രൂരഭാവം തെളിഞ്ഞു.
ആ ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്. നിനക്ക് ബുദ്ധിയില്ലേ സുറുമി? നീ എന്നോട് മിണ്ടുന്നതൊന്നും ഈ വീട്ടിലൊരു പൂച്ചക്കുട്ടി പോലും അറിയാൻ പോകുന്നില്ല. മാത്രമല്ല മാഹിറിൽ നിന്ന് നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹമൊക്കെ ഞാൻ നിനക്ക് പകർന്നു തരാടോ. എനിക്കറിയാം നീയും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുന്നെന്ന്. എന്തൊക്കെ പറഞ്ഞാലും നീ ഈ മജ്ജിയും മാംസമൊക്കെയുള്ളൊരു പെണ്ണല്ലേ. അതും പറഞ്ഞുകൊണ്ട് ഷക്കീർ അവളുടെ അടുത്തേക്ക് വന്നു. പോ, പുറത്തേക്ക് പോ, പോ. സുറുമി കുഞ്ഞിനെ തന്നിലേക്ക് ഒതുക്കി നിർത്തി വാതിലിന് നേരെ ചൂണ്ടി. പോയില്ലെങ്കിൽ ഞാൻ അലറി വിളിച്ച് ആളെ കൂട്ടും. നിന്റെ ഭാര്യയോട് ഞാൻ നിന്റെ സ്വഭാവം വിളിച്ചു പറയും. ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.